നിങ്ങൾക്ക് എരുന്ത് അല്ലെങ്കിൽ കക്കയിറച്ചി ഇഷ്ടമാണോ? എന്നാൽ അങ്ങനെ ഒരു വാർത്ത കണ്ടാലോ? കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ കടലുണ്ടിക്കടവിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എന്താണെന്നല്ലേ ഷീത ജഗത് പറയും എന്താണെന്ന്. എന്തിനാ വന്നേ? എരിണ്ട് പിടിക്കാണ്. കവറിൽ നിറയെ എത്ര കിട്ടി? കുറേ കിട്ടി. 2 കവറിട്ട് കിട്ടി. എങ്ങനെയാ പിടിക്കണ്ടേ മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ പിടിക്കുക നമ്മളിപ്പോ? വെള്ളം വരുമ്പോ പിന്നെ വെള്ളം പോകുമ്പോ കുറേ ഉണ്ടാവും. ഇപ്പൊ പിടിച്ചു. വെള്ളം പോകുമ്പോ അപ്പത്തിന് മണ്ടിക്കാണ്ട് എടുക്കണം. മണ്ടി പോയിക്കാണ്ട് എടുക്കണം. മണ്ടി പോയിക്കാളാതെ എടുക്കണോ? എരുന്ത് മണ്ടി പോയിക്കാളൂ അല്ലേ? അതല്ല, നമ്മൾ മണ്ടി പോയി എരുന്ത് എടുക്കണം. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. തിരയിൽ കണ്ണ് നട്ട് നിൽക്കണം. പിന്നെ തഹാനിയും അഷ്ഹാനും പറഞ്ഞതുപോലെ എരുന്ത് കണ്ടാൽ ഓടിപ്പോയെടുക്കാം. കടലുണ്ടിപ്പുഴയും കടലും സംഗമിക്കുന്ന കടലുണ്ടിക്കടവിലെ മനോഹര കാഴ്ച കാണാനെത്തുന്നവരാണ് ഇവരിൽ പലരും. എരുന്തു പെറുക്കുന്നത് കണ്ട് അവരും അതിലങ്ങ് കൂടും. ഞങ്ങൾ കുറച്ച് നേരമായി വന്നിട്ട്. ഞങ്ങൾ ഇവിടെ നമ്മൾ ജസ്റ്റ് കാണാൻ വന്നതേനി. അപ്പോൾ ആളുകൾ ഇങ്ങനെ സാധനങ്ങൾ ഇത് എടുക്കണേ കണ്ടപ്പോൾ ആ കൗതുകത്തിൽ ഞങ്ങൾ ഇറങ്ങിയതാണ്. കുറച്ച് കിട്ടി. നമ്മൾ വീട്ടിൽ കൊണ്ടുള്ളത് കിട്ടിയാണ്, അല്ലാതെ വേറെ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. വീട്ടിൽ ഞങ്ങൾ 5-6 ആൾ വന്നതാണ്. അപ്പോൾ വീട്ടിൽ കൊണ്ടുള്ള ഉണ്ട്. അതന്നെ 5 ഓഹരി വെക്കാനുള്ള സാധനം. ഇഷ്ടംമാരെ ഉണ്ട്. നമ്മൾ ഇനി ഒരുപാട് നിന്നാൽ കിട്ടും. പക്ഷെ നമ്മൾ വന്നതിനെ കുറച്ച് നേരം വൈകിക്കണേ. ഇതിന് മുന്നേ കുറച്ച് ആളുണ്ടേനി, കിട്ടിയിട്ടില്ല അത്ര ഒന്നും. ഇത്രയും സൂക്ഷ്മമായിട്ട് നോക്കിക്കണോ നമ്മള് ഇത് കാണാൻ? ജസ്റ്റ് അങ്ങോട്ട് തിരമാല വരുമ്പോ നമുക്ക് കാണാം, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് കാണാം. അപ്പോൾ കറക്റ്റ് കാണാം. അവിടെ ഒക്കെ ഉണ്ട്, സാധനങ്ങൾ ഒരുപാടുണ്ട്. ചില ദിവസങ്ങളിൽ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗം വരെ എരുന്തു പെറുക്കാനെത്തുന്നവർ നിറയും. ഫസ്റ്റ് ടൈം ആണോ അതോ നേരത്തെ വന്നിട്ടുണ്ടോ? ഇടയ്ക്ക് മീൻ പിടിക്കാൻ വരലുണ്ട്. ഇത് കക്ക പെറുക്കാനോ? കക്ക വലയിട്ടൊക്കെ വരില്ല, പിന്നെ കക്കം പെറുക്കണേ കൂടെ. ഈ മീൻ പിടിക്കാൻ വന്നപ്പോ ആളുകൾ കക്ക വെറുക്കുന്ന കണ്ടപ്പോ ഇറങ്ങിയതാ. അപ്പൊ ഒരു മരുന്ന് പറഞ്ഞ കക്ക കിട്ടണം, അപ്പൊ ഇറങ്ങി. പല നാട്ടിൽ പല പേരാണ്. കക്കയെന്നും എരുന്തെന്നും എളമ്പക്കയെന്നുമെല്ലാം വിളിക്കും. എന്തായാലും വെറുതെ ഒരു കൈ നോക്കിയതാ, മോശമായിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ആളുകൾ വരുന്നതും. എങ്ങനെയായാലും ഒരു 10 മിനിറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത്രയൊക്കെ കിട്ടിയില്ലേ? കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും. പക്ഷേ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. തൊട്ടപ്പുറത്ത് കടലാണ്. തിരയുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം. കുഞ്ഞുങ്ങളെ ഒന്നും ഇങ്ങോട്ട് വിടണ്ട. നമ്മൾ വെള്ളത്തിൽ എപ്പോഴും അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഷബീർ ഖലീലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.